നമ്മൾ ലോകത്തെ കാണുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാണുന്നത് വളരെ ലളിതമായൊരു കാര്യമായി തോന്നുമെങ്കിലും അതിനു പിന്നിൽ അതിവിശിഷ്ടമായൊരു ജൈവ പ്രക്രിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയും ഒരു നിമിഷത്തിന്റെ ഭാഗത്തിൽ തന്നെ നടക്കുന്നു. എല്ലാം ആരംഭിക്കുന്നത് പ്രകാശത്തോടെയാണ്. നമ്മൾ കാണുന്ന ഓരോ വസ്തുവും പ്രകാശം പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുന്നു. ആ പ്രകാശം ആദ്യം നമ്മുടെ കണ്ണിന്റെ പുറംഭാഗമായ സുതാര്യമായ കോർണിയ വഴി കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. കോർണിയ പ്രകാശത്തെ വളച്ച് അതിനെ ശരിയായ ദിശയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ശേഷം പ്രകാശം പ്യൂപ്പിൽ, കണ്ണിന്റെ നടുവിലെ കറുത്ത വൃത്താകൃതിയിലുള്ള ഭാഗം വഴിയാണ് കടക്കുന്നത്. പുറത്തുള്ള വെളിച്ചത്തിന്റെ തീവ്രത അനുസരിച്ച് പ്യൂപ്പിലിന്റെ വലിപ്പം മാറുന്നു. വെളിച്ചം കൂടുതലായാൽ അത് ചുരുങ്ങും, വെളിച്ചം കുറയുമ്പോൾ അത് വലുതാകും. ഈ നിയന്ത്രണം നടത്തുന്നത് കണ്ണിന്റെ നിറമുള്ള ഭാഗമായ ഐറിസാണ്. അടുത്തതായി പ്രകാശം ലെൻസിലെത്തുന്നു. ലെൻസ് അടുത്തുള്ളതോ ദൂരെയുള്ളതോ ആയ വസ്തുക്കളെ കാണാൻ വേണ്ടിയുള്ള ഫോക്കസ് ക്രമീകരിക്കുന്നു. ഇതിനെ അക്കോമഡേഷൻ എന്നാണ് പറയുന്നത്. കോർണിയയും ലെൻസും ചേർന്ന് പ്രകാശത്തെ കണ്ണിന്റെ പിന്നാമ്പുറത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കണ്ണിന്റെ പിന്നിലുള്ളത് റെറ്റിന എന്ന നാഡീപാളിയാണ്. യഥാർത്ഥത്തിൽ കാണൽ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. റെറ്റിനയിൽ ലക്ഷക്കണക്കിന് പ്രകാശ സൂക്ഷ്മകോശങ്ങൾ ഉണ്ട്. ഇവ രണ്ട് തരമാണ്, റോഡ്സ് എന്നും കോൺസ് എന്നും. റോഡ്സ് കുറഞ്ഞ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുകയും ചലനം തിരിച്ചറിയാനും സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിറം തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കില്ല. കോൺസ് തെളിച്ചമുള്ള വെളിച്ചത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും നിറങ്ങളും സൂക്ഷ്മ വിശദാംശങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് സാധാരണയായി 3 തരത്തിലുള്ള കോൺസ് ഉണ്ട്: ചുവപ്പ്, പച്ച, നീല നിറങ്ങളുമായി ബന്ധപ്പെട്ട പ്രകാശതരംഗങ്ങളെ തിരിച്ചറിയുന്നവ. പ്രകാശം ഈ കോശങ്ങളിൽ പതിക്കുമ്പോൾ അതൊരു രാസപ്രവർത്തനം ആരംഭിക്കുന്നു. അതിലൂടെ പ്രകാശശക്തി വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റപ്പെടുന്നു. ഈ സിഗ്നലുകൾ ഓപ്റ്റിക് നെർവ് വഴി മസ്തിഷ്കത്തിലേക്ക് അയക്കപ്പെടുന്നു. അതിശയകരമായ കാര്യമെന്തെന്നാൽ കണ്ണുകൾ തന്നെയല്ല കാണുന്നത്, മസ്തിഷ്കമാണ് കാണുന്നത്. മസ്തിഷ്കത്തിന്റെ പിന്നിലെ ഭാഗമായ വിഷ്വൽ കോർട്ടെക്സ് ഈ വൈദ്യുത സിഗ്നലുകൾ വിശകലനം ചെയ്യുന്നു. വെളിച്ചവും ഇരുളും അതിരുകളും ചലനവും നിറങ്ങളുമെല്ലാം അവിടെ സംയോജിപ്പിക്കപ്പെടുന്നു. 2 കണ്ണുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചേർന്ന് ഒരു ത്രിമാന ചിത്രം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആഴവും ദൂരവും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ റെറ്റിനയിൽ രൂപപ്പെടുന്ന ചിത്രം യഥാർത്ഥത്തിൽ തലകീഴായിരിക്കും. പക്ഷേ മസ്തിഷ്കം അത് ശരിയായ ദിശയിൽ തിരിച്ച് നമ്മൾക്ക് കാണിക്കുന്നു, നമുക്കത് മനസ്സിലാകാതെ തന്നെ. ഇങ്ങനെ പ്രകാശം കണ്ണിലേക്ക് കടക്കുന്നതിൽ നിന്ന് മസ്തിഷ്കം അത് വ്യാഖ്യാനിക്കുന്നതുവരെ എല്ലാം അതിവേഗത്തിൽ നടക്കുന്നു. അതിനാൽ കാണലൊരു സാധാരണ കാര്യമല്ല. അത് ജൈവശാസ്ത്രവും ഭൗതികശാസ്ത്രവും നാഡീശാസ്ത്രവും ചേർന്നുള്ള അത്ഭുതകരമായ സംവിധാനമാണ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ സാധിക്കുമ്പോഴും ദൂരെയുള്ളവ മങ്ങലായി തോന്നുന്നു. ഇതിനെ മയോപ്പിയ എന്ന് വിളിക്കുന്നു. ഇത് സംഭവിക്കുന്നത് പ്രകാശം റെറ്റിനയ്ക്ക് മുന്നിൽ ഫോക്കസ് ചെയ്യുന്നതിനാലാണ്. മറുവശത്ത് ചിലർക്ക് ദൂരെയുള്ള വസ്തുക്കൾ വ്യക്തമായിരിക്കുമ്പോഴും അടുത്തുള്ളവ മങ്ങിയതായി തോന്നുന്നു. ഇതിനെ ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നു. ഇതിൽ പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിൽ ഫോക്കസ് ചെയ്യുന്നു. മറ്റൊരു സാധാരണ പ്രശ്നം എസ്റ്റിഗ്മറ്റിസമാണ്. ഇതിൽ കോർണിയയുടെയോ ലെൻസിന്റെയോ ആകൃതി ഒരുപോലെ വൃത്താകൃതിയിലുള്ളതല്ല. അതിനാൽ പ്രകാശം ശരിയായി ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്യാതെ പല ദിശകളിൽ പിരിഞ്ഞു പോകുന്നു. ഫലെ ദൃശ്യങ്ങൾ വക്രമോ മങ്ങലായോ തോന്നും. ഈ പ്രശ്നങ്ങൾ സാധാരണയായി കണ്ണട, കോൺടാക്ട് ലെൻസുകൾ അല്ലെങ്കിൽ ലേസർ ശസ്ത്രക്രിയ വഴി ശരിയാക്കാൻ കഴിയും. ശരിയായ പരിശോധനയും ചികിത്സയും വഴി ദൃഷ്ടി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ മറുപടി നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള ലളിതമായി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.